ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ഉണ്ണിയുടെ കല്യാണം. അപ്പൊ നമ്മൾ ഇതിനു മുൻപ് രണ്ടുമൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണിയുടെ കല്യാണത്തിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും കയറി കാണണേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രൂം ടു ബി ആണ്. അപ്പൊ ഗ്രൂം ടു ബി ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേജ് ഡെക്കോർ ഒക്കെ ചെയ്തു തന്നത് സജീഷ് ചേട്ടന്റെ സന ഇവന്റ്സ് ആണ്. അപ്പൊ ചേട്ടൻ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് കസിൻസ് പിള്ളേരെല്ലാരും ചേർന്നാണ് ഈ ഒരു സ്റ്റേജ് ഡെക്കോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് ഈ ഒരു ലാവൻഡർ കളർ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ലാവൻഡർ, ഗ്രേ, പിങ്ക് ഈ ഒരു കളറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേജ് ഡെക്കോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കസിൻസ് ഒക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടില് എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേര് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മൾ വളർന്നു വന്നപ്പോൾ തൊട്ട് ഉള്ള കുഞ്ഞു കുഞ്ഞു കസിൻസ് ആണ് ഈ ഒരു നമ്മുടെ കൂടെ ഉള്ള കേട്ടോ. അപ്പോ ഒരുപാട് പേര് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലും എല്ലാം നമുക്ക് പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പൊ അവരിതാ അങ്ങനെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ടാണ് ഈ ഒരു ബലൂണും എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് അത് ചെയ്തിരിക്കുന്നത് മനു, മത്തായി ആൻഡ് ടീംസ് ആണ്. അപ്പോൾ അവരുടെ പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ സജീഷന്റെ കോണ്ടാക്ട് നമ്പറും ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും നമുക്ക് എല്ലാത്തിനും ഓടി നടന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലി പോലെ തന്നെ ഉള്ള ആൾക്കാരാണ് സജീഷനും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിലെ പിള്ളേരൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ഇവര് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ വിശ്വസിച്ച് എന്ത് കാര്യം നമുക്ക് ഇവരെ ഏൽപ്പിച്ചാൽ മതി. അവരൊരു ഫാമിലി പോലെ നമുക്ക് എല്ലാം ചെയ്തു തരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേര് നമ്മുടെ ലൈഫിലുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതാ അങ്ങനെ നമ്മള് ബലൂണൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞ് ചെയറും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോ ഏകദേശം ഒരു 6 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ബലൂണൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് വെയിൽ കൊണ്ട് ഓരോ ബലൂണൊക്കെ പൊട്ടിപ്പോവാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് പരിപാടിയൊക്കെ നേരത്തെ സെറ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മള് ഓരോന്നൊക്കെ ഓടി നടന്ന് ചെയ്യുവാണ്. അപ്പൊ എല്ലാരും ഉണ്ട്. അങ്ങനെ നമ്മള് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതിന്റെ ഇടക്ക് നമ്മള് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ച് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് സജീഷ് ചേട്ടൻ ഒന്ന് ഓടി വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനാണ് നമ്മുടെ റിസപ്ഷന്റെ സ്റ്റേജും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ചേട്ടനും കുറച്ച് ബിസി ആയതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓടി നടന്ന് ചെയ്യുകയാണ്. അപ്പൊ എല്ലാരും നമ്മുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ഗ്രൂം ടു ബിയുടെ ഈ ഒരു സ്റ്റേജ് ഡെക്കോറിന്റെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലാവൻഡർ തീമൊക്കെ വെച്ചിട്ട് നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഫംഗ്ഷനിലാണ് നമ്മൾ എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവരും സ്റ്റേജ് ഡെക്കോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ക്ലീൻ ആക്കലാണ്. അപ്പൊ അതും എല്ലാവരും വളരെ ഓടി നടന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ലാവൻഡർ തീമിലാണ് നമ്മളുടെ ഇന്നത്തെ ഗ്രൂം ടു ബി. അപ്പൊ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തപ്പോ ഇത്രയും ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. പക്ഷെ സെറ്റ് ചെയ്ത് തന്നപ്പോ നല്ല രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡ്രസ് കോഡ് ഇതിന്റെ കോൺട്രാസ്റ്റ് കളറാണ്. അപ്പോ ഉണ്ണി കല്യാണ ചെക്കൻ ലാവൻഡർ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മള് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കളർ എന്താന്ന് ഇനിയുള്ള വീഡിയോസിലേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാം ഫിനിഷായി. അത് നമ്മുടെ സ്റ്റേജൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ അങ്ങനെ ഈവനിങ് ആയി. ഈവനിങ് ആയപ്പോ നമ്മുടെ കല്യാണ ചെക്കൻ ഇവിടെ വന്ന് നിൽക്കണ്ടേ. അപ്പൊ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ച് ഇവിടെ വന്ന് നിന്ന കേട്ടോ. അപ്പൊ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ അവരൊക്കെ വന്ന് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈവനിങ് ആയല്ലോ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.
അപ്പോൾ ദാ കല്യാണ ചെക്കനെ ഒരുക്കുന്ന പരിപാടികളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുക്കുന്നത് വേറെ ആരുമല്ല, അണ്ണൻ തമ്പിയിലെ തമ്പിയായിട്ടുള്ള കണ്ണനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ടിൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവര് ചേട്ടൻ അനിയനാണോ എന്നൊക്കെ എന്നോട് കുറെ പേര് ചോദിച്ചു. അപ്പൊ ഇവര് ടിൻസ് ആണ്. അപ്പൊ ഒരാളാണ് ഇതിലിപ്പോ ഒരുക്കുന്നത് കേട്ടോ. അങ്ങനെ ദാ ഈ ഒരു ലാവൻഡർ കളറാണ് ഉണ്ണിയുടെ ഡ്രസ് കോഡ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം കസിൻസ് ആയിട്ടുള്ള അച്ചും വിസ്മോളും അനിയത്തിമാരാണ്. അപ്പോ ഉണ്ണിയുടെ ചേച്ചിമാരെന്ന് അല്ല, ഒരാള് ചേച്ചി ഒരാൾ അനിയത്തിയാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി ഉണ്ണിക്ക് ചെറിയൊരു ടച്ചപ്പ് ഒക്കെ ചെയ്ത് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഗ്രൂം ടു ബി ആയതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫേസില് കുറച്ച് മേക്കപ്പ് ഒക്കെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അവരങ്ങനെ കാര്യമായിട്ടുള്ള പഠിപ്പുരയിലാണ്. അപ്പൊ അതിനുശേഷം ഞാൻ വന്ന് ചെറിയൊരു ഫൗണ്ടേഷനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് ഗ്രൂം ടു ബിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളെല്ലാരും പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. റെഡി ആയതിനു ശേഷം നമ്മുടെ വീട് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ്സ് നല്ല രസമായിട്ട് ഈ ഒരു മനു മത്തായി ആൻഡ് ടീംസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ സരിൻ ചേട്ടനാണ്. സരിൻ ചേട്ടൻ നമ്മുടെ ഫാമിലിയിലെ എന്ത് ഫംഗ്ഷനിലും സരിൻ ചേട്ടൻ നമ്മുടെ ഒരു ഫാമിലിയുടെ ഭാഗം തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയില് ആ ചേട്ടൻ തന്നെയാണ് നമ്മുടെ വീട്ടിലെ എല്ലാ ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും വന്നത്. അങ്ങനെ ഒരു ആത്മബന്ധമുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സ്റ്റേജ് ആയാലും ലൈറ്റ്സ് ആയാലും സജീഷനായാലും മനുമത്തായി ആണെങ്കിലും സരിൻ ചേട്ടനൊക്കെ ആയാലും നമ്മളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നന്നായിട്ട് വരുമെന്ന് നമുക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ വീട്ടിലെ ലൈറ്റ്സ് ഒക്കെ സെറ്റായി നമ്മളിനി പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈവനിങ് ഫ്രൈഡേ ആണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എല്ലാരും എത്തിയിട്ട് ഫംഗ്ഷൻ തുടങ്ങാന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് കസിൻസിന്റെ വക കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്ന്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലം കളറാണ്. അപ്പോ എല്ലാവർക്കും ഈ ഒരു കറക്റ്റ് കളർ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്ലമ്മിനോട് കുറച്ച് മാച്ചായിട്ട് നിൽക്കുന്ന കളറൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാവൻഡറും പ്ലമ്മും അതാണ് നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ അയൽവക്കത്തുള്ളവരും കസിൻസും എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഗ്രൂം ടു ബിയുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആങ്കർ വേറെ ആരുമല്ല, മൈ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ ആളിതാ അവിടെ ആങ്കറിങ് ഒക്കെ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാട്ടോ. അപ്പൊ ഈ ഒരു ഗ്രൂം ട്യൂബിയുടെ കേക്കാണ്. അപ്പൊ കേക്ക് വളരെ നൈസ് ആയിട്ടുള്ളൊരു കേക്കാണ്. കേക്ക് നമ്മുടെ ബെസ്റ്റ് ബേക്കറി പുക്കാട്ടൊടി എന്നാണ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കേക്കൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂം ട്യൂബിയുടെ ബാനർ കണ്ണൻ തന്നെ ഇട്ട് കൊടുക്കാൻ. എല്ലാവിധ മംഗളാശംസകളും. അപ്പൊ അതിനുശേഷം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ കയറിയിട്ട് ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫാമിലി എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിട്ട് കേക്ക് കട്ടിങ് സെറിമണിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കലാപരിപാടികളാണ്. അപ്പോൾ ഡാൻസും പാട്ടും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ആശംസ അറിയിക്കാനൊക്കെ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് ഈ ഒരു ഡേ പോയത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയുടെ ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു മഴ പെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ
കറണ്ട് വന്ന് പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് പിന്നെ ബാക്ക് ടു നോർമലായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നേരം നമുക്ക് ചെറിയൊരു ടെൻഷൻ ഫീൽ ചെയ്തായിരുന്നു. നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പ്രോഗ്രാംസ് ഒക്കെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ കേക്കൊക്കെ അങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു പ്ലം കളറ് ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി എല്ലാവരും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻസും എല്ലാവരൊക്കെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും എല്ലാവരും ആ ഒരു കളർ തീമൊക്കെ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളുടെയൊക്കെ ഫുൾ വീഡിയോ എനിക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്ക് ആ സോങ് കറക്റ്റായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഡാൻസിൻ്റെ ഒക്കെ ആയാലും എങ്കിൽ പോലും മാക്സിമം പാട്ടിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഈ ഒരു ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവിധ മംഗളാശംസകളും. ഒരു ഗാനം ആലപിക്കാൻ പോയാണ്. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ പൂത്തുവിടന്നു, ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു, മുഖമാമൻ മനസ്സിൻ ഗാനമായി നീ ഉണർന്നു. മുഖമാമൻ മനസ്സിൻ ഗാനമായി നീ ഉണർന്നു. ഹൃദയമൃദുല തന്ത്രിയേകും ദേവാമൃതം. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്റെ അരുമ സഹിത അതര കാന്തിയോ. കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ കുയിൽ പാടും
ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം മഞ്ഞും മണിത്തെന്നലും തരും പൊന്നുമ്മ കൈമാറിയും പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാം ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുള പൂനിലാമഴ പെയ്തിറങ്ങിയ